എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ഈവൻ ആഫ്റ്റർ 10 years ഓഫ് പാസിംഗ് ഔട്ട് ഫ്രം ദാറ്റ് സ്കൂൾ എനിക്ക് അവർ തന്ന ട്രോമ, ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവും. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 10 വർഷം മുൻപ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്നിരുന്നത്. എന്റെ വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നത് കൊണ്ടോ എന്നെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും തെറപ്പി എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ എനിക്കൊന്ന് നോർമലാവാൻ പറ്റിയിട്ടുള്ളത്. എന്റെ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് അന്വേഷിച്ചു പോകുമ്പോൾ അത് എത്തുന്നത് ഈ പറഞ്ഞ സ്കൂളിലായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അത്രത്തോളം ആ സ്കൂളിൽ നമ്മളെ അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല, ഇത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും കഥ. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ശ്വാസം മുട്ടിച്ചിട്ടുള്ളത് എന്റെ മാത്സ് ടീച്ചറായിരുന്നു. അവര് എന്നോട് എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളതുപോലെ പെരുമാറിയിരുന്നത്. പിന്നീട് അവര് പലരോടും എന്നോട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നോടുള്ള ഗ്രഡ്ജിന്റെ റീസൺ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. അതിന് അവരെന്നെ പിന്നീട് പല സിറ്റുവേഷൻസിലേക്കും പുള്ള് ചെയ്യുകയും അവിടെ ഇട്ടിട്ട് എന്നെ ഒരുപാട് മെന്റലി ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ എങ്ങനെയാണ് അവിടെ പഠിച്ച് ഇറങ്ങിയതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഭയങ്കര റയറായിട്ട് അവിടെ നല്ല ടീച്ചേഴ്സ് കാര്യം ഇവരെന്തോ ഇതിനായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് പോലെ അവർ ബിഹേവ് ചെയ്തിരുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ എന്റേത് ഇങ്ങനെ ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അവിടെ വേറൊരു കാരണമുണ്ട്. വേറൊരു കാരണം കൊണ്ട് അവർ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്ന ഒരു സമയമായിട്ട്. കാരണം എന്നെ അവര് ഹരാസ് ചെയ്ത സമയത്ത് ഞാൻ അതൊരു കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കേട്ടറിഞ്ഞിട്ടെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അതുണ്ടായില്ല എന്നത് പേടികൊണ്ട് മാത്രം. എന്റെ പാരന്റ്സിന് നല്ല പേടിയായിരുന്നു. ഒന്നാമത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും ഹോൾഡുള്ള ആളുകളാണ്. പിന്നെ എന്റെ ഫ്യൂച്ചറാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്നെ പിടിച്ചു വെക്കുക ചെയ്തിരുന്നു. ഇന്നിപ്പോ മമ്മി പറയും ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ കാര്യം എനിക്ക് റിപ്പീറ്റ് ആവുന്ന പറയേണ്ടി വരുന്നത് പാറ്റേൺസ് മാറാത്തോണ്ടാണ്. അന്ന് ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൂടെയുള്ള ആളുകളുടെ മക്കൾ സ്റ്റുഡൻസ് ആയി മാറി. എനിക്ക് പറയാനുള്ളത് അവരോടാണ്. മക്കളെ സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികളെ കുട്ടികളായി കാണണോ ശത്രുക്കളായി കാണണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഡിസിപ്ലിന്റെ പേരിൽ കുട്ടികൾ എന്തൊക്കെ സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ അതിലേക്ക് നമ്മൾ തള്ളി വിടണമെന്നൊന്നുകൂടെ ചിന്തിച്ചിട്ട് വൈസായിട്ട് കുട്ടികളുടെ സ്കൂൾ ചൂസ് ചെയ്യാം. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ് സ്കൂൾ എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം വീട്ടിലേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. ആ സറൗണ്ടിങ്സും അവിടുത്തെ ആളുകളുടെ ബിഹേവിയറും ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ നമ്മളൊരു സ്പേസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് കയറി ചെല്ലാനുള്ള ഒരു ധൈര്യം നമുക്ക് തരും. അതുകൊണ്ട് പ്ലീസ് ചൂസ് വൈസ്ലി.